ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്നത്തെ നമ്മുടെ സെഷൻ മാത്തമാറ്റിക്കൽ റീസണിംഗ് ആണ്. മാത്തമാറ്റിക്കൽ റീസണിങ്ങിന് വേണ്ടി 3 സെപ്പറേറ്റ് സെഷൻസ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ വിൽ ബി ഏബിൾ ടു കവർ ദി ടോപ്പിക് ഇൻ ഡീറ്റെയിൽ. എല്ലാ ആസ്പെക്റ്റും കൃത്യമായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബേസിക്സ് തൊട്ട് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ 6 മണിക്കൂറുണ്ട്. ഓക്കെ, ആ ടൈം മാക്സിമം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക ഇൻ ദി സെൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ഡൗട്ട്സും റൈറ്റ് ടൈമിൽ വരണം. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് അതേ ടൈമിൽ തന്നെ നിങ്ങൾ ചെയ്തു പോകണം. ഇതൊക്കെയാണ് റൂൾസ് ബിഫോർ സ്റ്റാർട്ടിങ് അവർ മാത്തമാറ്റിക്കൽ റീസണിങ് പോർഷൻ. ഈ റൂൾസ് എല്ലാം ഫോളോ ചെയ്യുക. ഒരു കാരണവശാലും ഒരു പ്രോബ്ലം പോലും അറ്റംപ്റ്റ് ചെയ്യാതിരിക്കരുത്. അതാണ് ഏറ്റവും ഫസ്റ്റ് തിങ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലവും നിങ്ങൾ ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കുക. സോ പ്രോബ്ലംസ് വൈസ് മാത്രമായിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ വിൽ സ്റ്റാർട്ട് ഫ്രം ചെക്കിംഗ് ദി സിലബസ്. നമ്മുടെ സിലബസ്, മാത്തമാറ്റിക്കൽ റീസണിങ്ങിൻ്റെ സിലബസ് ഏറ്റവും എളുപ്പമുള്ള സിലബസ് ഇതാണ്. ആൻഡ് നമുക്ക് പറയാൻ പറ്റും 5ൽ 4 എങ്കിലും നമുക്ക് 10% ഗ്യാരണ്ടിയോട് കൂടി ശരിയാക്കാൻ സാധിക്കുന്നതാണ് 4 ക്വസ്റ്റ്യൻ എങ്കിലും. ഓക്കെ, 5 എണ്ണവും ശരിയാക്കണം, 4 എണ്ണമെങ്കിലും നമുക്ക് ഉറപ്പായിട്ട് ശരിയാക്കാൻ സാധിക്കും. സോ സിലബസ് നോക്കുകയാണെങ്കിൽ ആദ്യം ടൈപ്സ് ഓഫ് റീസണിങ്. ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീസണിങ്ങിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോർമലി ലോജിക്കൽ റീസണിങ്ങിനകത്താണ് വരിക. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ റീസണിങ് ആണ്. ഓക്കെ, ഇവൻ ദോ മാത്തമാറ്റിക്കൽ റീസണിങ്ങിൻ്റെ പാർട്ടായിട്ട് സിലബസിൽ പറയുന്നുണ്ടെങ്കിലും മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ഡയറക്റ്റ് ആയിരിക്കും. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അതിനകത്ത് വരാറില്ല. ഓക്കെ, സോ ദെൻ അതിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്പർ സീരീസ്, ദെൻ ലെറ്റർ സീരീസ്, കോഡ്സ് ആൻഡ് റിലേഷൻഷിപ്പ്. ഈ പറയുന്ന 4 ഏരിയയാണ് മെയിൻ. ദെൻ പിന്നീട് പറയുന്ന മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഏരിയയിൽ നിന്നും മാക്സിമം 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് എയ്തർ പ്രോഫിറ്റ് ഓർ ലോസോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, അക്കൗണ്ടിങ് ബേസ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റോ, ഓർ ഡിസ്റ്റൻസ് എന്ന് ഉദ്ദേശിച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറില്ല. നമ്മളോട് ചോദിക്കാറുള്ളത് ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവൻ ദോ സിലബസിൽ ഡയറക്ഷൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്നാലും ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. റെഡി അല്ലേ എല്ലാവരും? ഒരു ബുക്കും പെന്നും ഒക്കെ കയ്യിലുണ്ടാവണം. ഡിസ്കഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഏരിയ വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം സീരീസ് കംപ്ലീഷൻ. ബേസിക് നമ്പർ സീരീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്പർ സീരീസിൽ എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ നമ്പർ സീരീസും ലെറ്റർ സീരീസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. സോ ലെറ്റ് സ്റ്റാർട്ട്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദി സീരീസ്. സീരീസ് ഇസ് ഗിവൺ 2, 1, 1/2, 1/4 ആൻഡ് ഡാഷ്. വാട്ട് ഷുഡ് കം നെക്സ്റ്റ്? ഈ പറയുന്ന സീരീസിലെ അടുത്ത നമ്പർ ഏതാണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ സീരീസ് വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് 4 ബേസിക് തിങ്സ് ആണ്. ഒന്നാമതായിട്ട് സീരീസ് അഡിഷൻ ബേസിലാണോ എന്ന് നോക്കുക. ഓക്കെ, ആഡ് ചെയ്ത് വരുന്ന സീരീസ് ആണോ നോക്കുക. 2, സബ്സ്ട്രാക്ഷൻ, ഡിഡക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ആണോ എന്ന് നോക്കണം. മൂന്നാമതായിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചാൻസസ് ഉണ്ടോ എന്ന് നോക്കുക. മൾട്ടിപ്ലിക്കേഷൻ ആണോ ഓർ ഡിവിഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നാലാമതായിട്ട് പവർ 2 ആണോ അതോ പവർ 3 ആണോ എന്ന് നോക്കുക. ഇത്രയും ആസ്പെക്റ്റുകൾ മാത്രമാണ് നോർമലി നമ്മളുടെ ക്വസ്റ്റ്യൻസിൽ വരാറുള്ളത്. ഓക്കെ, സോ നമ്മളുടെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസിൽ വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നെങ്കിൽ അത് അഡീഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ, അതുമല്ലെങ്കിൽ പവർ 2 അല്ലെങ്കിൽ പവർ 3, സ്ക്വയറോ ക്യൂബോ വരുന്ന ക്വസ്റ്റ്യൻസ് വരെ വരാം. ഓക്കെ, സോ റൈറ്റ് അവേ ഇവിടെ നോക്കുക. ഇവിടെ നോക്കുമ്പോൾ എന്താണ് റിലേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഒരു മൈനസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ടൈം. അതായത് സബ്സ്ട്രാക്ഷൻ ആകാനുള്ള ചാൻസസ് ഉണ്ട്. ലൈക്ക് ഇവിടെ 2ൽ നിന്നും 1 ആകുവാണ്, സോ -1. ഇവിടെ 1ൽ നിന്നും ഹാഫ് ആകുന്നു, സോ -0.5. ഹാഫിൽ നിന്നും 1/4 ആകുന്നു. ഡയറക്റ്റ്ലി നമുക്ക് അങ്ങനെ ഒരു മൈനസ് ചെയ്ത് പോകാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിവിഷൻ ആണ്. ഓക്കെ, നമുക്ക് ഡയറക്റ്റായിട്ട് കുറച്ച് പോകാൻ ഇവിടെ സാധിക്കുന്നില്ല. ഒരു സെയിം പാറ്റേൺ നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നെക്സ്റ്റ് വേ എന്ന് പറയുന്നത് ഡിവിഷനിലേക്ക് പോവുകയാണ്.
സോ ഇവിടെ 2, 1, അര, കാൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ രൂപ ബേസിൽ എടുക്കുകയാണെങ്കിൽ, റുപ്പീസിന്റെ ബേസിൽ എടുക്കുകയാണെങ്കിൽ 2 രൂപ അതിന്റെ പകുതിയാണ് 1 രൂപ, അതിന്റെ പകുതിയാണ് 50 പൈസ, അതിന്റെ പകുതിയാണ് 25 പൈസ. അടുത്തതായിട്ട് 25 പൈസയുടെ പകുതിയാണ് 1/8. ഓക്കെ, ഓരോ ലെറ്റേഴ്സിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഓരോ നമ്പേഴ്സിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് അടുത്ത നമ്പർ കണ്ടുപിടിച്ചിട്ടുള്ളത്. സോ 1/4നെ അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ യു ഗെറ്റ് 1/8. ദാറ്റ്സ് യുവർ ആൻസർ. ക്ലിയർ ആണോ? ഇതൊക്കെ സിമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നോർമലി നമ്മളോട് ചോദിക്കുന്നതും ഇത്തരത്തിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. ഡയറക്റ്റ് അഡീഷനോ ഡയറക്റ്റ് സബ്സ്ട്രാക്ഷനോ ഡയറക്റ്റ് ഡിവിഷനോ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 7, 10, 8, 11, 9, 12. വാട്ട് ഈസ് നെക്സ്റ്റ്? ഒന്ന് ട്രൈ ചെയ്ത് വേഗം പറഞ്ഞ് അടുത്ത നമ്പർ ഏതാന്ന്. യാ, പറയൂ, എല്ലാവരും പറയൂ. ലെറ്റ്സ് സീ. യാ, ഓക്കെ. നന്ദിനി, ദിവ്യ, ദീപിക, ഓക്കെ ഫൈൻ. സുമിന ഫൈൻ, സനോജ് ഫൈൻ. ഓക്കെ, അപർണ, ഓക്കെ ഫൈൻ. എല്ലാവർക്കും കിട്ടിയല്ലേ? അതായത് ഒരു സിമ്പിൾ അഡിഷൻ പ്രോബ്ലം ആണ്. ആ അഡിഷൻ എന്ന് പറയുന്നത് ഒന്നിടവിട്ടുള്ള സംഖ്യകൾ തമ്മിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്, അത്രയും മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ നോക്കുമ്പോൾ റിലേഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. 1ഉം 2ഉം തമ്മിലല്ല റിലേഷൻ എങ്കിൽ 1ഉം 3ഉം തമ്മിൽ റിലേഷൻ ഉണ്ടോ നമ്മൾ നോക്കിയിരിക്കണം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ 1 ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. 7ഉം തേർഡ് നമ്പർ ആയിട്ടുള്ള 8ഉം. സോ 7 + 1 is 8. 8 + 1 is 9. 9 + 1 will be our answer. That is 10. ഓക്കെ, അതേ പാറ്റേൺ ആണ് ഒന്നരോട്ടുള്ള സംഖ്യകൾ ഇവിടെയും കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. 10 + 1 is 11. 11 + 1 is 12. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് ആണ് നോർമലി നമ്പർ സീരീസിൽ നിന്ന് കിട്ടാറ്. ഓക്കെ, മൂവിങ് ഓൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതേ രീതിയിൽ തന്നെ ഇതിൻ്റെ ആൻസർ പറയാം. നമ്പർ സീരീസ് ഇതാണ്: 36, 34, 30, 28, 24 and dash. What is next? I got one answer. ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട് 22. Any other answer? Yes, വേഗം ആയിക്കോട്ടെ. Yeah, right. So answer is 22. റിലേഷൻ എങ്ങനെയാണെന്ന് നോക്കുക. ഇവിടെ റിലേഷൻ വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ നോക്കിയതുപോലെ തന്നെ. അതായത് 36ൽ നിന്നും 2 ഡിഡക്റ്റ് ചെയ്തപ്പോൾ യു ഗോട്ട് 34. 34ൽ നിന്നും 4 ഡിഡക്റ്റ് ചെയ്തപ്പോൾ 4 ഡിഡക്റ്റ് ചെയ്തപ്പോൾ യു ഗോട്ട് 30. ദെൻ 30ൽ നിന്നും അഗെയിൻ 2 ഡിഡക്റ്റ് ചെയ്യുന്നു, ദെൻ 4 ഡിഡക്റ്റ് ചെയ്യുന്നു, ഇനി 2 ഡിഡക്റ്റ് ചെയ്യണം. ദാറ്റ് വിൽ ബി 22. അതായത് ഒന്നിടവിട്ട സംഖ്യകളിൽ ആദ്യം 2 മൈനസ് ചെയ്യുന്നു, പിന്നീട് 4 മൈനസ് ചെയ്യുന്നു. സോ ഫസ്റ്റ് ലെറ്ററിൽ നിന്ന് 2 മൈനസ് ചെയ്യുന്നു, സെക്കൻഡ് ലെറ്ററിൽ നിന്നും 4 മൈനസ് ചെയ്യുന്നു. ആ പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് കാണാം. സോ ദ ആൻസർ ഈസ് 22. ഓക്കെ, സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. Do this one. 22, 21, 23, 22, 24, 23 dash. Next number. Make it fast. പെട്ടെന്ന് ടൈപ്പ് ചെയ്തോ. യാ, വരട്ടെ, ആൻസേഴ്സ് വരട്ടെ. ഓക്കെ, നമ്മൾ ഒരു ക്വസ്റ്റ്യന് മുമ്പ് ചെയ്ത അതേ റിലേഷൻ, ഒരു മാറ്റവുമില്ല. അതായത് ഫസ്റ്റ് ലെറ്റർ 22 ആയിരുന്നു,
ഫസ്റ്റ് ലെറ്റർ 22 ആയിരുന്നു. 22ൻ്റെ ഒപ്പം 1 ആഡ് ചെയ്യുന്നു, ഒന്നിലോട്ടുള്ള ലെറ്റർ കിട്ടി 23. ദെൻ അഗെയിൻ 1 ആഡ് ചെയ്യുന്നു, 24 ആയി. അടുത്തതെന്ന് പറയുന്നത് അഗെയിൻ 1 ആഡ് ചെയ്യുന്നു, ആൻസർ വിൽ ബി 25. അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെയും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 21 പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ 22 കിട്ടുന്നു. 22 പ്ലസ് 1 ചെയ്താൽ 23. ഇനി അടുത്തൊരു സംഖ്യ ഉണ്ടായിരുന്നെങ്കിൽ അത് പ്ലസ് 1 ചെയ്തിട്ട് 24 ആയിരുന്നേനെ. അതാണ് ആ പാറ്റേൺ പൊയ്ക്കൊണ്ടിരിക്കുന്ന രീതി. അടുത്ത ക്വസ്റ്റ്യൻ 28, 25, 5, 21, 18, 5, 14 ഡാഷ് ഡാഷ്. രണ്ട് മിസ്സിംഗ് ഫിഗേഴ്സ് പെട്ടെന്ന് പറയാം. ഓക്കെ, ഒരാൾ മാത്രമേ ആൻസർ വന്നിട്ടുള്ളൂ. വേഗമാട്ടെ. ഓക്കെ, ഫൈൻ. ഓക്കെ, 11 and 5. പെട്ടെന്ന് വരട്ടെ, ബാക്കിയുള്ളവരും ചെയ്യൂ. 11 and 5 റൈറ്റ്. ഓക്കെ, സോ ഇത്തിരി സ്ലോ ആയാലോ, എന്ത് പറ്റി? എല്ലാ ആളുകളുടെയും ആൻസർ വരുന്ന ഒരു സ്പീഡ് കുറഞ്ഞതുപോലെ. അത് കൺഫ്യൂസ് ചെയ്തത് ഈ ഒരു 5 ആണ്, റൈറ്റ്? അതായത് ഈ നമ്പർ സീരീസിൽ ഒരു കോൺസ്റ്റന്റ് ഇൻ ബിറ്റ്വീൻ ഉണ്ട്. അതായത് ഓരോ റിലേഷൻ കഴിഞ്ഞിട്ടും അതിനുശേഷം ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള 5, അതിനുശേഷം വീണ്ടും ഒരു റിലേഷൻ, 2 നമ്പേഴ്സ് കഴിയുന്നു, ആ നമ്പർ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കോൺസ്റ്റന്റ്. അതായത് ഇനി ഈ 5 കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സ് കഴിഞ്ഞിട്ട് വരേണ്ടത് ഈ പറയുന്ന കോൺസ്റ്റന്റ് തന്നെയാണ്. ഓക്കെ, സോ ഇൻ ബിറ്റ്വീൻ ഒരു ലെറ്റർ മാത്രം നമ്മൾ ഇനി കണ്ടെത്തിയാൽ മതി. ആ ലെറ്റർ എന്ന് പറയുന്നത് റിലേഷൻ അനുസരിച്ചായിരിക്കും. 28 25 ആകുന്നു എന്ന് പറഞ്ഞാൽ -3. 25 21 ആകണമെങ്കിൽ -4. 25 നിന്നും 21ലേക്ക് പോയിട്ടുള്ളത് -4 ആണ്. ദെൻ 21 18 ആകുന്നു, അഗെയിൻ -3. 18 14 ആകണമെങ്കിൽ -4. 14 ഇനി നമ്മൾ ചെയ്യേണ്ടത് -3 ആണ്. ദാറ്റ് വിൽ ബി 11. സോ ആൻസർ 11 and 5. ഓക്കെ, എനി ഡൗട്ട്സ്? ചെയ്തതിൽ സംശയം വല്ലതുണ്ടോ? കുറച്ച് ആളുകൾ സ്ലോ ആയിട്ടാണ് എത്തിയത്, അതുകൊണ്ടാണ് ചോദിച്ചത്. എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല, ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. മൂവിങ് ഓൺ, നെക്സ്റ്റ് വൺ. സെയിം പാറ്റേൺ, ഇതൊന്ന് ട്രൈ ചെയ്യുക. 8 11 21 15 18 21 22 dash. (25 and 21) Nandini. Okay, next please. Adutha answer. Okay, 21 25 and 21 kittunnundu. Vegate. Okay, is there any difference between this one and last question? നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യനും കഴിഞ്ഞ ക്വസ്റ്റ്യനുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചെയ്തത്, അതേ രീതിയിൽ തന്നെ ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻ ബിറ്റ്വീൻ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, റൈറ്റ്? അതായത് ഈ 21 വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ 21ഉം 11ഉമായിട്ട് ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പോ കണ്ടിന്യൂസ് റിലേഷൻഷിപ്പോ പോകുന്നില്ല. അതിൻ്റെ അർത്ഥം ഇതൊരു കോൺസ്റ്റന്റ് ഫിഗർ ആണ്. ഓക്കെ, സോ ഓരോ 2 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് there is a 21, വീണ്ടും 2 എണ്ണം കഴിയുന്നു, അതിനുശേഷം ഒരു 21 ഉണ്ട്. അതായത് ഇതിന് ശേഷം ഒരു ലെറ്ററും കഴിഞ്ഞിട്ട് ഒരു നമ്പർ കഴിഞ്ഞിട്ട് വീണ്ടും വരേണ്ടത് 21 ആണ്. ഓക്കെ, ദെൻ റിലേഷൻ നോക്കാം. 8 11 ആകണമെങ്കിൽ +3, 11 15 ആകണമെങ്കിൽ +4, 15 18 ആകണമെങ്കിൽ +3. ലാസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണിത്. 18 21 ആകണമെങ്കിൽ +4. ഇനി വരേണ്ടത് 21 അടുത്ത ലെറ്ററിലേക്ക് വരണമെങ്കിൽ വരേണ്ടത്
3 ആണ്. That will be 25. So 25 and 21. That's your answer. Okay. പ്രശ്നമൊന്നുമില്ലല്ലോ, ചെയ്യാമല്ലോ എല്ലാവർക്കും. Yeah. Okay, next one. 42, 40, 38, 35, 33, 31 and 28. Next two letters ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. പെട്ടെന്നൊന്ന് കണ്ടുപിടിക്കുക കേട്ടോ. സീരീസ് നോക്കുക. 42, 40, 38, 35, 33, 31, 28 dash. Yes, ആൻസേഴ്സ് വരുന്നുണ്ട്. Yeah, okay. 26 and 24. Okay. റിലേഷൻഷിപ്പ് ഇവിടെ ഇൻ ബിറ്റ്വീൻ ഒരു കോൺസ്റ്റന്റ് ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. ഡയറക്റ്റ് റിലേഷൻ മാത്രമേ ഉള്ളൂ. സോ ജസ്റ്റ് ആഡ് ചെയ്യുക, ഡിഡക്റ്റ് ചെയ്യുക. ഓക്കെ. ഇവിടെ വന്നിരിക്കുന്ന റിലേഷൻ നമുക്ക് നോക്കാം. 42 എന്ന് പറയുന്നത് 40 ആകുന്നു. ദാറ്റ് മീൻസ് -2. ദെൻ 40 38 ആകുന്നു, അഗെയിൻ -2. അതിനുശേഷം 38 35 ആകുന്നു, -3. 35 33 ആകുന്നു, -2, അഗെയിൻ -2. ഇനി ഒരു -3, അതിനുശേഷം വരേണ്ടത് -2. അതായത് രണ്ട് -2ഉം ഒരു -3ഉം. ദെൻ വീണ്ടും രണ്ട് -2, അതിനുശേഷം ഒരു -3. ആ റിലേഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അടുത്തത് വരേണ്ടത് 28 കഴിഞ്ഞാൽ -2, ദാറ്റ് വിൽ ബി 26. ആൻഡ് വീണ്ടും ഒരു -2, that will be 24. 26 and 24. That's your answer. Okay. Clear ആണോ? What about കുറച്ച് ആളുകൾ സൈലന്റ് ആയിട്ടിരിക്കുന്നു. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടെങ്കിൽ പറയൂ. ഓക്കെ. Okay, fine. Okay. So try this one. 17, 14, 14, 11, 11, 8, 8, dash, dash. Speed answer പറയട്ടെ ഇനി. Yeah, good. One answer. 5, 5. 5, 5 again. Yeah, 5, 5. എല്ലാവർക്കും 5. ഓക്കെ, ഗുഡ്. സോ ഇവിടെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരേ ഒരു ഫിഗർ മാത്രമേ ഉണ്ടാവുള്ളൂ, 17. അവിടെ ഓർക്കേണ്ടത് ഇതിനു മുമ്പ് ചിലപ്പോൾ ഒരു 17 ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്നത് ഒരേ രീതിയിലാണ്. 17 - 3, ദാറ്റ് ഈസ് 14. ദെൻ 14 റിപ്പീറ്റ് ചെയ്യുന്നു. അതിനുശേഷം 14ൽ നിന്നും ഒരു -3, 11 ആയി. ആ 11 ഒരു തവണ റിപ്പീറ്റ് ചെയ്യുന്നു. പിന്നീട് വീണ്ടും -3, 8 ആവുന്നു. ആ 8 ഒരു തവണ റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി വരേണ്ടത് -3, 5. ആ 5 ഒരു തവണ കൂടി റിപ്പീറ്റ് ചെയ്യുക. സോ 5 and 5, ദാറ്റ്സ് യുവർ ആൻസർ. ഓക്കെ, സെയിം ലെറ്റർ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ആ രീതിയിൽ റിപ്പീറ്റിംഗ് പാറ്റേൺ വന്നിട്ടുള്ളതാണ്. ഇതൊന്നും അധികം പ്രശ്നങ്ങളുള്ള ക്വസ്റ്റ്യൻസ് അല്ല, എല്ലാവർക്കും തന്നെ ചെയ്യാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. Question 165, 195, 255, then 285, 345. What is next?
375 ദിവ്യ. യാ, അടുത്തയാൾ വേഗം ആൻസർ പറയൂ. 375 റൈറ്റ്. ഓക്കെ, സോ ഇവിടുത്തെ പാറ്റേൺ സിമ്പിൾ ആണ്. നോക്കുക, റിലേഷൻ ഇവിടെ 165 ആണ്. 165ൻ്റെ ഒപ്പം 16ൻ്റെ ഒപ്പം 3 ആഡ് ചെയ്യുക, അതായത് 30 ആഡ് ചെയ്യുമ്പോൾ യുൽ ഗെറ്റ് 195. 195ൻ്റെ ഒപ്പം 60 ആഡ് ചെയ്യുമ്പോൾ യുൽ ഗെറ്റ് 255. വീണ്ടും 255ൻ്റെ ഒപ്പം അഗെയിൻ 30 ആഡ് ചെയ്യുമ്പോൾ 285 ആയി. അഗെയിൻ 60 ആഡ് ചെയ്യുമ്പോൾ 345 ആയി. ഇനി വരേണ്ടത് ഇതേ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പ്ലസ് 30, യു വിൽ ഗെറ്റ് 375. സോ ദാറ്റ്സ് യുവർ ആൻസർ, 375. ഓക്കെ, സോ ആ പാറ്റേൺ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. ഡു ദിസ് വൺ. ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ZA5, Y4B, XC6 and W3D dash. റിലേഷൻ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക, പെട്ടെന്ന് ആൻസർ ചെയ്യുക. നമ്പർ സീരീസിൽ നിന്ന് നമ്മൾ ആൽഫബറ്റിക്കൽ മിക്സ് ആയിട്ടുള്ള സീരീസിലേക്ക് പോവാണ്. ബി, ഒരാൾ ബി പറഞ്ഞിട്ടുണ്ട്. ഡി. ഓക്കെ, ഒരു ഡി ആൻസർ കിട്ടി, ഒരു ബി ആൻസർ കിട്ടി. എനി അതർ ആൻസർ? എയും സിയും മാർക്കും വേണ്ടേ? B, D, again B and D. സോ നിങ്ങളുടെ കൺഫ്യൂഷൻ ബിയും ഡിയും തമ്മിലാണ്. ബി ആണോ ഡി ആണോ ശരിയെന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, ഡി കിട്ടുന്നുണ്ട്. Y2E, that is again B. ഓക്കെ, റിലേഷൻ നമുക്കൊന്ന് നോക്കാം. ആദ്യം ഫസ്റ്റ് ആൽഫബറ്റ്, ഒന്നാമത്തെ പൊസിഷനിലുള്ള ആൽഫബറ്റുകൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാം ZYXW, അടുത്തത് വരേണ്ടത് V ആണ്. അതായത് സാധാരണ ആൽഫബറ്റ്സ് റിവേഴ്സ് ഓർഡറിൽ തന്നിരിക്കുകയാണ്. റിവേഴ്സ് ഓർഡറിൽ വരുമ്പോൾ Z, then Y, X, W, നെക്സ്റ്റ് വൺ ഇസ് V. സോ ആദ്യത്തെ ലെറ്റർ V തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ലെറ്റേഴ്സ് തമ്മിൽ, അതായത് ആൽഫബറ്റ്സ് തമ്മിലുള്ള റിലേഷൻ മാത്രമാണ് നോക്കുന്നത്, പൊസിഷൻ ഞാൻ നോക്കുന്നില്ല. രണ്ടാമതായിട്ട് A, B, C, D, നെക്സ്റ്റ് ഈസ് E. സോ V ആൻഡ് E ആണ് ആൽഫബറ്റ്സ് വരുന്നതെന്ന് ഷുവറാണ്. ഇനിയുള്ള പ്രശ്നം നമ്പർ ഏതാണ് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. നമ്പർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. റിലേഷൻ 5 becomes 5 എന്ന് പറയുന്നത് 4 ആയി മാറുന്നു. 4 6 ആകുന്നു, 6 3 ആകുന്നു. ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇൻ ദാറ്റ് കേസ് ഒന്നരമായിട്ടുള്ള സംഖ്യകൾ തമ്മിൽ റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. അതായത് 5 has become 6. Likewise 4 എന്ന് പറയുന്നത് 3 ആകുന്നു. അതായത് 5 plus 1 is 6. 4 minus 1 is 3. So അടുത്തതെന്ന് പറയുന്നത് 6 plus 1, that will be 7. Hope you got it, right? റിലേഷൻ ഞാൻ ഇവിടെ എഴുതുന്നു. തന്നിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് 5 4 6 3 ആണ്. 5 4 6 3. അടുത്ത എന്താണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. 5 4 ആകുന്നു, ദെൻ 6 3. ഇവിടെ ഡയറക്റ്റ്ലി ഇങ്ങനെ പോകാനുള്ള ഒരു റിലേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനർത്ഥം റിലേഷൻ എന്ന് പറയുന്നത് ഒന്നര വിട്ടാകാനാണ് ചാൻസ്. ഒന്നര വിട്ടാകുമ്പോൾ 5 plus 1 is 6. 4 minus 1 is 3.
ദെൻ ആ +1 റിപ്പീറ്റ് ചെയ്യുന്നു, ഇത് കഴിഞ്ഞിട്ട് -1 റിപ്പീറ്റ് ചെയ്യും. സോ +1 റിപ്പീറ്റ് ചെയ്യുമ്പോൾ 6 + 1 എന്ന് പറയുന്നത് 7 ആണ്. ഇനി അടുത്തൊരു നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ 3 - 1 2 വന്നേനെ. ഓക്കെ, അങ്ങനെ ഒരു നമ്പർ ഇല്ലാത്തത് കൊണ്ട് 7 നമ്മൾ എടുക്കുന്നു. 7 ആണ് ആൽഫബറ്റ് ആയിട്ട് നമ്പർ ആയിട്ട് വരുന്നത്. സോ ആൽഫബറ്റ്സ് നമുക്ക് കിട്ടി V, E ആൻഡ് 7. സോ ഇനി ഉള്ളത് ഏത് പൊസിഷൻ ആണെന്നുള്ളതാണ്. പൊസിഷൻ നോക്കാം. ആൽഫബറ്റ്സ് ഇതുവരെ വന്നിട്ടുള്ള പൊസിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ആദ്യം 3rd പൊസിഷനിൽ വന്നു, അതിനുശേഷം 2nd പൊസിഷനിലേക്ക് മൂവ് ചെയ്തു, പിന്നെ 3rd പൊസിഷനിൽ വന്നു, വീണ്ടും 2nd പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നു, ഇനി 3rd പൊസിഷനിൽ വരണം. ഓക്കെ, 3rd പൊസിഷനിൽ വന്നിരിക്കുന്നത് VE7ലാണ്. ലെറ്റ് മി റിപ്പീറ്റ്. നമ്മളിവിടെ നോക്കിയ കാര്യങ്ങൾ ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യുക. ആദ്യം നമ്മൾ ആൽഫബറ്റ്സിന്റെ കേസ് എടുത്തു. ആദ്യത്തെ ആൽഫബറ്റും രണ്ടാമത്തെ ആൽഫബറ്റും, ആദ്യത്തെ ആൽഫബറ്റുകൾ തമ്മിലുള്ള റിലേഷൻ നമ്മൾ എടുത്തു. അത് വെച്ചിട്ട് നമുക്ക് വിയിലെത്തി. വി കണ്ടുപിടിച്ചു. വി ആണ് ആദ്യത്തെ ആൽഫബറ്റ് ആയിട്ട് വരുന്നത്. ദെൻ ABCDE, ഇ ആണ് രണ്ടാമത്തെ ആൽഫബറ്റ്. ഇനി നമ്പർ തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു നമുക്ക് കൺഫ്യൂഷൻ വരേണ്ടത്. ആ നമ്പർ തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തത് ആക്ച്വലി നമ്പർ തമ്മിൽ ഡയറക്ട്ലി റിലേഷൻ ഉണ്ടോ എന്ന് നോക്കി. ഡയറക്ട്ലി റിലേഷൻ വരണമെങ്കിൽ 5 4 ആകണമെങ്കിൽ -1, ദെൻ 4 6 ആവുന്നു, +2, 6 3 ആവുന്നു എന്ന് പറഞ്ഞാൽ അഗെയിൻ -3. അവിടെ ഒരു ഡയറക്റ്റ് റിലേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇൻ ദാറ്റ് കേസ് ഇൻഡയറക്ട്ലി 1.5 വിട്ടുള്ള സംഖ്യകൾ തമ്മിലുള്ള റിലേഷൻ നോക്കുക. 1.5 വിട്ടുള്ള സംഖ്യകൾ തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടി. 5 + 1 is 6. അതേപോലെ 4 - 1 is 3. ഇനി അപ്പോൾ വരേണ്ടത് 6 + 1 7. ദെൻ 7ന്റെ പൊസിഷൻ ഏതാണെന്ന് നോക്കുക. പൊസിഷനിൽ ഒരു തവണ പോലും സീരീസിൽ ഫസ്റ്റ് പൊസിഷനിൽ ഈ നമ്പർ വന്നിട്ടില്ല. നമ്പർ വന്നിരിക്കുന്ന ഒന്നെങ്കിൽ രണ്ടാമത് അല്ലെങ്കിൽ മൂന്നാമത്. സോ ആദ്യത്തെ കോഡിൽ വന്നിരിക്കുന്നത് 3ാം സ്ഥാനത്താണ് നമ്പർ, രണ്ടാമത്തെ കോഡിൽ വന്നിരിക്കുന്നത് 2ാം സ്ഥാനത്താണ്. മൂന്നാമത്തേൽ വീണ്ടും 3ാം സ്ഥാനത്താവുന്നു, വീണ്ടും 2ാം സ്ഥാനത്തായി. അപ്പൊ ഇനി വരേണ്ടത് 3ാം സ്ഥാനത്താണ്. സോ VE7 ഈസ് അവർ ആൻസർ. ഓക്കെ, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചെക്ക് ദിസ് വൺ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത രീതിക്ക് നമുക്ക് ഈ ക്വസ്റ്റ്യനും ചെയ്യാൻ സാധിക്കണം. ക്വസ്റ്റ്യൻ DEF, then DEF2, then DE2F2 dash D2E2F3. So what was the missing figure? ഏത് ആൻസർ ആണ് വരേണ്ടതെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് പറയാം. പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ സി എന്ന് പറയുന്നത് D2E3F. ഒന്നും കൂടി ഒന്ന് ചിന്തിക്കുക, പെട്ടെന്നാകട്ടെ. അയ്യാ ഡി. ഓക്കെ, ഡി. ഓക്കെ, എല്ലാവർക്കും ഡി കിട്ടി? ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ആർക്കുമില്ല. സോ ജസ്റ്റ് ഒന്ന് നോക്കുക ഈ ആൻസർ. ഇവിടെ വന്നിരിക്കുന്ന റിലേഷനിൽ DEF എന്ന് പറയുന്നതിന് യാതൊരു പ്രാധാന്യമില്ല. DEF അതേ രീതിയിൽ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. സോ ഫസ്റ്റ് കോഡിൽ ഇവിടെ നമുക്ക് നമ്പേഴ്സ് ഇല്ല. രണ്ടാമത്തെ കോഡിൽ ഒരു നമ്പർ, അതായത് 2 വരുന്നു. മൂന്നാമതായപ്പോൾ 2 വരുന്നു. എൻഡിൽ നിന്നും നോക്കുമ്പോൾ രണ്ടാമത്തെ E കഴിയുമ്പോഴും ദെൻ F കഴിയുമ്പോഴും 2 എത്തി. മൂന്നാമത്തെ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനു മുമ്പായിട്ട് 4ാമത്തെ ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. D കഴിഞ്ഞൊരു 2, ദെൻ E കഴിഞ്ഞ് വീണ്ടും 2, F കഴിഞ്ഞ് 2ന്റെ സ്ഥാനത്ത് 3 മാറുന്നു. അതായത് ഇൻ ബിറ്റ്വീൻ നമുക്ക് മിസ്സായിട്ടുള്ളത് D2 E2 F2. അതായത് ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തേൽ F കഴിഞ്ഞിട്ട് 2 വന്നു, ദെൻ Fന് മുമ്പുള്ള E കഴിഞ്ഞിട്ട് 2 വന്നു. ഇനി വരേണ്ടത് Eക്ക് മുമ്പുള്ള
ഡി കഴിഞ്ഞിട്ടും 2 വരണം. സോ D2 E2 F2. ഇത് കഴിയുമ്പോൾ 2ന്റെ സീരീസ് കഴിഞ്ഞു. 2 മാറിയിട്ട് ആ പൊസിഷനിൽ 3 വന്നു. ഇനി വരേണ്ട നമ്പർ എന്ന് പറയുന്നത് D2 E3 F3. അതായത് ഇത് കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ. അതേപോലെ 3യുടെ സീരീസ് കണ്ടിന്യൂ ചെയ്യും. ഇത്തരത്തിലുള്ള റിലേഷനാണ് തന്നിരുന്നത്. അത് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, 2-3 പേരും കൂടി മിസ്സിംഗ് ഉണ്ട്. ഓക്കെ, ഫൈൻ. മൂവിങ് ഓൺ. മറ്റൊരു ക്വസ്റ്റ്യൻ. AC FH KM PR ഡാഷ്. എത്രയും പെട്ടെന്ന് ട്രൈ ചെയ്തേ. A is answer. This one, right? U or W. A. റിലേഷൻ നോക്കാം. റിലേഷൻ വന്നിരിക്കുന്നത് AC മീൻസ് ABC. ഒരാൾ ഡിയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരാൾ എ പറഞ്ഞു, രണ്ടാൾ എ പറഞ്ഞു, ഒരാൾ ഡി പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് ചെക്ക്. എന്തായാലും ആൻസർ ഏതാണെന്ന് നമുക്ക് നോക്കാം. ABC. ദെൻ സി കഴിയുമ്പോൾ ഡി ഇ കഴിഞ്ഞിട്ട് എഫ് വന്നിരിക്കുന്നു. ഡിയും ഇയും മിസ്സിംഗ് ആണ്. എഫ് കഴിഞ്ഞിട്ട് ജി മിസ്സിംഗ് ആണ്. അതിനുശേഷം എച്ച് വന്നിരിക്കുന്നു. ഐ ജെ മിസ്സിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് കെ. ഓക്കെ, കെ കഴിഞ്ഞിട്ട് എൽ മിസ്സിംഗ് ആണ്. എൽ കഴിഞ്ഞിട്ട് എം വന്നിരിക്കുന്നു. എൻ ഒ മിസ്സിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് പി വന്നിരിക്കുന്നു. ക്യൂ മിസ്സിംഗ് ആണ്. അതിനുശേഷം ആർ വന്നിരിക്കുന്നു. ഡിഡ് യു ഗോട്ട് ദ റിലേഷൻഷിപ്പ്? ഇപ്പോൾ ആ റിലേഷൻ എന്താണെന്ന് മനസ്സിലായോ? നമ്പേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന ലെറ്റേഴ്സ് തമ്മിൽ, ആൽഫബറ്റ്സ് തമ്മിൽ ഡയറക്റ്റ്ലി നോക്കുകയാണെങ്കിൽ ഓരോ ആൽഫബറ്റിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു ആൻസറും ഒരു ആൽഫബറ്റും അതിനുശേഷം 2 ആൽഫബറ്റ്, ആദ്യം 1 പിന്നീട് 2, അങ്ങനെയായിരിക്കും റിലേഷൻ വരിക. സോ PR കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് 2 എണ്ണം മിസ് ചെയ്യണം. ST മിസ് ചെയ്യുന്നു, അതിനുശേഷം U. V മിസ് ചെയ്യുന്നു, അതിനുശേഷം W. സോ our answer is UW. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നിങ്ങൾക്ക് എപ്പോൾ സംശയം തോന്നിയാലും നിർത്തുക. ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടേ നമ്മൾ പോകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 15 128 17 64 19 32 21 dash. Do this one. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ തന്നെ എനിക്കിവിടെ ആൻസർ കിട്ടണം. അത്രയും സ്പീഡിലേക്ക് മാറുക, പെട്ടെന്ന് ആൻസർ പറയും. (24) 16 16 പല ആൻസേഴ്സ് വരുന്നുണ്ട്. 16 അഗെയിൻ. ഓക്കെ, ഈ സീരീസ് കാണുമ്പോൾ നമുക്ക് ആദ്യം പറയാവുന്ന കാര്യം എന്താണ്?
ഫസ്റ്റ് നമ്മൾ ഈ സീരീസ് കാണുമ്പോൾ തന്നെ ഡയറക്റ്റ്ലി പറയാവുന്നത് ഇവിടുത്തെ റിലേഷൻ ഒന്നിടവിട്ടാണ്, റൈറ്റ്? അതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ബിക്കോസ് ആദ്യത്തെ ഫിഗർ എന്ന് പറയുന്നത് 15 ആണ്, അതിനുശേഷം രണ്ടാമത് വരേണ്ട ഫിഗർ 128, പിന്നീട് നോക്കുമ്പോൾ 17 വന്നിരിക്കുന്നു. ദാറ്റ് ഈസ് റിലേഷൻ പോകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ലൈക്വൈസ് ഇവിടെ പോകുന്നത് ഈ ഒരു പാറ്റേണിൽ ഒന്നിടവിട്ടുള്ള സംഖ്യകൾ തമ്മിലുള്ള റിലേഷനാണ്. 128 എന്ന് പറയുന്നത് 64 ആവുന്നു. 128ന്റെ പകുതി അല്ലേ 64? ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 2. ദെൻ 64 എന്ന് പറയുന്നത് 32 ആവുന്നു. 64നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 32 കിട്ടും. 32നെ എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ യു വിൽ ഗെറ്റ് 16. സോ യുവർ ആൻസർ ഈസ് 16. ഓക്കെ, റോങ് ആൻസേഴ്സ് കിട്ടിയവരൊന്ന് മനസ്സിലായോ? ചെക്ക് ചെയ്യൂ. $24 കിട്ടേണ്ട കാര്യമില്ല. 24 വന്നത് എന്തോ കാൽക്കുലേഷൻ എറർ വന്നുകൊണ്ടാണ്. നമുക്ക് വരേണ്ട ആൻസർ 16 ആണ്. ബിക്കോസ് പകുതി വീതമാണ് ഓരോ നമ്പറിൻ്റെയും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ 6, 13. ഏതാണ്? പറയൂ. ഇത് മനസ്സിലായില്ല? ഓക്കെ, അതിനുശേഷം ഞാൻ മറ്റേ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതൊന്ന് ക്ലിയർ ആക്കാം ആദ്യം. സോ ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ ഒന്നിടവിട്ടാണ്. ഓക്കെ, അതാദ്യം മനസ്സിലായല്ലോ. അതിനുശേഷം തന്നിരിക്കുന്ന ഇവിടെയുള്ള, അതായത് രണ്ടാമത് വരുന്ന നമ്പറും നാലാമത് വരുന്ന നമ്പറും ആറാമത് വരുന്ന നമ്പറും തമ്മിലാണ് റിലേഷൻ വരുന്നത്. സോ രണ്ടാമത് വരുന്ന നമ്പർ എന്ന് പറയുന്നത് 128. ഈ 128നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 64. ആ 64 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ദെൻ അതേപോലെ 64നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 32. ആ 32 നമുക്കിവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നുണ്ടോ അതാണ് നമ്മുടെ ആൻസർ. 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 16 ആണ്. സോ ഈ 16 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഒന്നിടവിട്ടുള്ള റിലേഷനാണ്. 128നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 64 ആയി. 64നെ അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 32 ആയി. 32നെ അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയുള്ള 3 ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യൂ വേഗം. 6, 13, 28, 59 dash 249 122. ഒരാൾക്ക് 122 കിട്ടിയിട്ടുണ്ട്. Any other answer? ഓക്കെ, വീണ്ടും 122 കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇതേ ആൻസറിലേക്ക് എത്തുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 122. ഓക്കെ, സോ റിലേഷൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഒന്ന് നോക്കുക. 6 എന്ന് പറയുന്നത് 13 ആയി മാറുന്നു. 6നെ 13 ആക്കണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇൻറ്റു 2 ചെയ്യുക, +1 ചെയ്യുക. ഓക്കെ, 6നെ 13 ആകണമെങ്കിൽ 6 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 12 ആയി. അതിൻ്റെ ഒപ്പം ഒന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 13 ആയി. ഓക്കെ, അഗെയിൻ 13 എന്ന് പറയുന്നത് 28 ആവുന്നു. ഈ നമ്പർ കാണുമ്പോൾ ഒരു സിമ്പിൾ അഡിഷൻ അല്ല എന്ന് നമുക്ക് മനസ്സിലാവണം. എന്തുകൊണ്ടാണ്? സിമ്പിൾ അഡിഷൻ ആണെങ്കിൽ 6ൽ സ്റ്റാർട്ട് ചെയ്തത് ഡയറക്ട്ലി 249 വരെ എത്തില്ല. ഓക്കെ, സോ ഒരു ഡയറക്റ്റ് അഡിഷൻ വരുവാണെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ ഡിഫറൻസ് വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. സോ അഡിഷൻ അല്ല. ദെൻ നമ്മുടെ കയ്യിലുള്ള ഓപ്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡയറക്റ്റ്
6നെ 13 ആക്കാൻ സാധിക്കില്ല, 12 ആക്കാൻ സാധിക്കും. 12ന്റെ ഒപ്പം ഒന്നും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് 13 ആവുന്നത്. സോ 13നെ 28 ആക്കണമെങ്കിൽ അഗെയിൻ ഇതേ പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ 13 × 2 പ്ലസ് 13 × 2 ചെയ്തപ്പോൾ നമുക്ക് 26 കിട്ടുന്നു. 26 പ്ലസ് 2 അതായത് 28. ഓക്കെ, സെയിം പാറ്റേൺ. ഇവിടെ 1 ആയിരുന്നു, 2 ആയി. ഇനി അത് 3 ആകണം. സോ 28 × 2, 28 × 2 എന്ന് പറയുമ്പോൾ 56 പ്ലസ് 3 59. 59 തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ അടുത്ത ലെറ്റർ എന്ന് പറയുമ്പോൾ 59 × 2 പ്ലസ് 4. 59 × 2 എന്ന് പറയുമ്പോൾ 118. 118 കിട്ടുന്നു. പ്ലസ് 4 ചെയ്യുമ്പോൾ 122 കിട്ടും. ഓക്കെ, സോ പാറ്റേൺ ഇതായിരുന്നു. ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് സംതിങ്. ആ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഈ രീതിയിലുള്ള പാറ്റേൺസ് ചോദിക്കാറുണ്ട്. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 544, 509, 474, then 439 dash 404. ആ സ്പീഡിൽ വേഗം കാര്യങ്ങൾ നടക്കട്ടെ. 404 ആണോ? എല്ലാവർക്കും കിട്ടിയോ? ഇവിടെ ചെയ്തിരിക്കുന്ന ഡിഫറൻസ് നോക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള റിലേഷൻ നോക്കുക എന്നുള്ളതാണ്. സോ 544നെ 509 ആക്കണമെങ്കിൽ 35 മൈനസ് ചെയ്യണം. റൈറ്റ്? 544 നിന്ന് 35 കുറച്ച് കഴിഞ്ഞാൽ 509 ആവുന്നു. ഈ 509നെ 474 ആക്കണമെങ്കിൽ എഗെയിൻ 35 കുറയ്ക്കുന്നു. 474നെ വീണ്ടും 439 ആക്കണമെങ്കിൽ അഗെയിൻ 35 കുറയ്ക്കുന്നു. അതേ 35 മൈനസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 404. ജസ്റ്റ് സിമ്പിൾ സബ്സ്ട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. വേറെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു വർക്കും ഇല്ല. സബ്സ്ട്രാക്ഷൻ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ലാസ്റ്റ് വൺ. ഇനി 3 ക്വസ്റ്റ്യൻസിൽ അവസാനത്തത് ഒന്ന് അറ്റംപ്റ്റ് ചെയ്തേ. 72, 76, 73, 77, 74 dash 75. പെട്ടെന്ന്. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും തന്നെ കിട്ടിയെന്ന് തോന്നുന്നു. ഇവിടെ സംഭവിച്ചിരിക്കുന്ന റിലേഷനും നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ തന്നെ ഒന്നിടവിട്ടുള്ള സംഖ്യകൾ തമ്മിലാണ്. 72 73 74 75. അതേപോലെ 76 77. ഇനി ആവേണ്ടത് 78. ഓക്കെ, നമ്മൾ ഇതുവരെ പറഞ്ഞ പാറ്റേൺ ആണ്. അതുകൊണ്ട് കൂടുതൽ ടൈം അതിനകത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് 72 73 ആവുന്നു, 74 ആവുന്നു, 75 ആവുന്നു, പ്ലസ് 1 ചെയ്യുന്നു. അതേ പാറ്റേൺ വെച്ചിട്ട് 76 77 ആയി. അടുത്തത് 78 ആകണം. സോ സെയിം അറേഞ്ച്മെന്റ്, ഒരു ഡിഫറൻസും വരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ. F2 dash D8 dash D8 C16 B32. സോ ആ ഡാഷിന്റെ ഫില്ല് ചെയ്യണം. ഡാഷിന്റെ ഭാഗത്ത് വരുന്ന നമ്പർ ഏതാണെന്ന് വേഗം കണ്ടുപിടിക്കാം. C. ഓക്കെ, വെരി ഗുഡ്. 4 ആണോ? ഒന്നുകൂടെ നോക്കി. റിലേഷൻ 2 രീതിയിൽ നോക്കണം. ഓക്കെ, E4. റൈറ്റ്. സോ റിലേഷൻ 2 രീതിയിൽ നോക്കുക. ആദ്യം ആൽഫബറ്റ്സുകൾ തമ്മിലുള്ള റിലേഷൻ. ആദ്യം ഇവിടെ വന്നിരിക്കുന്നത് F ആണ്. എന്തോ ഒന്ന് മിസ്സായിട്ടുണ്ട്. അതിനുശേഷം വരുന്നത് D, C,
സി ബി, ബി സി ഡി ഇ എഫ്, റൈറ്റ്? ബി സി ഡി ഇ എഫ്, ഇതാണ് റിലേഷൻ വേണ്ടത്. സോ ഇ ആണ് നമ്മുടെ ആൽഫബറ്റ്. ദെൻ അതിനുശേഷം നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ, ഇവിടെ 2 ആണ് വരുന്നത്. ദെൻ ഒരെണ്ണം മിസ്സാവുന്നു, 8 ആവുന്നു. 8 16 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 16 32 ആകണമെങ്കിൽ എഗെയിൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഈ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായിരിക്കും ആൻസർ. സോ നമ്മുടെ ആൻസർ E4. ഓക്കെ, E4 ആണ് കിട്ടുന്നത്. സംശയങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ പറയൂ. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് വൺ. ഇതൊന്ന് ട്രൈ ചെയ്യൂ. 2 എണ്ണം ഐഡൻറ്റിഫൈ ചെയ്യണം. തന്നിരിക്കുന്ന സീരീസിൽ തന്നിരിക്കുന്നത് B2CD ഡാഷ് BCD4 ഡാഷ് BC6D. സോ മിസ്സായിട്ടുള്ള ആൽഫബറ്റ്സ് ഏതൊക്കെയാണ്, മിസ്സായിട്ടുള്ള കോഡ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. എ. വേറെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും എ ആണ്. സോ റിലേഷൻ നോക്കുക. ഫൈൻ. സോ നമുക്ക് തന്നിരിക്കുന്ന BCD സെയിം ആണ്. അതെല്ലാ കോഡിലും BCD തന്നെയാണ്. ദെൻ ആദ്യത്തേതിൽ 2 വരുന്നു. 2 വരുന്നത് രണ്ടാമത്തെ പൊസിഷനിലാണ്. രണ്ടാമത്തേതിൽ എന്താണെന്ന് നമുക്കറിയില്ല. മൂന്നാമത്തേതിൽ വന്നിരിക്കുന്നത് 4ാമത്തെ പൊസിഷനിലാണ്. ഓക്കെ, സോ 4ാമത്തേതിൽ വന്നിരിക്കുന്നത് നമുക്കറിയില്ല. 5ൽ വന്നിരിക്കുന്നത് 3ാമത്തെ പൊസിഷനിലാണ്. സോ 2 3 4 5 6. ഓക്കെ, സോ കോഡ് വരേണ്ടത് 3ഉം 5ഉമാണ് വരേണ്ടത്. ദെൻ പൊസിഷൻസ് ചെക്ക് ചെയ്യുക. പൊസിഷൻ ആദ്യം 2ാം സ്ഥാനത്തായിരുന്നു, അത് 3ലേക്ക് മാറുന്നു, പിന്നെ 4ാം സ്ഥാനത്തേക്ക് മാറുന്നു, പിന്നെ വീണ്ടും 2ാം സ്ഥാനത്തേക്ക് വരുന്നു, പിന്നെ 3ലേക്ക് വരുന്നു. ഗോട്ട് ഇറ്റ്? ഇവിടെ വരുന്നത് 2ാം സ്ഥാനം B കഴിഞ്ഞിട്ട്. ദെൻ ഇവിടെ വരുമ്പോൾ B കഴിഞ്ഞിട്ടുള്ളത് C കഴിഞ്ഞിട്ടാവണം. ദെൻ 3ാമത്തേൽ വരുമ്പോൾ D കഴിഞ്ഞിട്ടാവുന്നു. 4ലെത്തുമ്പോൾ വീണ്ടും B കഴിഞ്ഞിട്ടാവുന്നു. 5ലെത്തുമ്പോൾ C കഴിഞ്ഞിട്ടാവുന്നു. 6ലെത്തുവാണെങ്കിൽ വരേണ്ടത് D കഴിഞ്ഞിട്ടായിരിക്കണം. സോ ആ സെയിം പാറ്റേൺ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. സോ നമ്മുടെ ആൻസർ ഇവിടെ BC കഴിയുമ്പോൾ 3D. ഇവിടെ B5 4 കഴിഞ്ഞിട്ടുള്ളത് 5CD. സോ ആൻസർ ഈസ് A. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വേഗം ഒന്ന് ചെയ്തേ. നമുക്ക് തന്നിരിക്കുന്നത് റോമൻ ലെറ്റേഴ്സ് ആണ്. മിസ്സിംഗ് ആയിട്ടുള്ള റോമൻ ലെറ്റർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. സി. ഒരാൾക്ക് സി കിട്ടിയിട്ടുണ്ട്. സി അഗെയിൻ. C again. Okay, so what is this one? ഇതെന്താണ്? 24. 10 plus 10 20, 20 plus 4 24. Okay, ഇത് 10 plus 10 that is 20. അടുത്തത് അറിയില്ല.
അത് കഴിഞ്ഞിട്ട് 10 plus 2 that is 12. പിന്നീട് 5 plus 3 8. സോ ഇൻ ബിറ്റ്വീൻ മിസ്സായിട്ടുള്ള ഫിഗേഴ്സ് ഇതൊന്ന് കണ്ടെത്തിയാൽ മതി. 24 20 ആകുന്നു. ദെൻ ഇടയ്ക്കൊന്ന് നമുക്കറിയില്ല, 12 ആകുന്നു, 8 ആകുന്നു. ദാറ്റ് മീൻസ് 24 minus 4 20. 20 minus 4 16. 16 minus 4 that will be 12 minus 4 is 8. So 16-ന്റെ റോമൻ ലെറ്റർ കണ്ടുപിടിക്കുക. 16 എന്ന് പറയുന്നത് 10 plus 6 ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. BCB DED FGF HIH dash. വേഗം ഒന്ന് പറയൂ. എ. ഒരാൾക്ക് എ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എ തന്നെ. ഓക്കെ, ഫൈൻ. നോക്ക്, റിലേഷൻ വരുന്നത് ഫസ്റ്റ് ആൻഡ് തേർഡ് ആൽഫബറ്റ് ഒന്ന് തന്നെയാണ് എല്ലാത്തിലും. സോ അതേ പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യും. സോ ബി കഴിയുമ്പോൾ വരുന്നത് ഡി ആണ്. സോ ബി സി ഡി. ഇ എഫ് ജി എച്ച് ഐ കഴിഞ്ഞാൽ വരേണ്ടത് ജെ ആണ്. സോ ജെ വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, എയും ഡിയും. ബാക്കി രണ്ടും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഇൻ ബിറ്റ്വീൻ വരുന്ന ലെറ്റേഴ്സ് നോക്കുക. നടുക്ക് വരുന്ന സെൻറ്ററിൽ വരുന്നത് ഒന്ന് സി ആണ്. സി കഴിഞ്ഞിട്ട് ഡി വരുന്നു, സോറി സി കഴിഞ്ഞിട്ട് ഇ വരുന്നു, ഇ കഴിഞ്ഞ് ജി, ജി കഴിഞ്ഞ് എച്ച്. റിലേഷൻ വരുന്നത് എ ബി സി. ഡി മിസ്സിംഗ് ആണ്, ഇ വന്നു. എഫ് മിസ്സിംഗ് ആണ്, ജി വരുന്നു. എച്ച് മിസ്സിംഗ് ആണ്, ഐ വന്നു. ഇനി ജെ മിസ്സിംഗ് ആണ്, കെ വരുന്നു. സോ ആൻസർ എ ജെ കെ ജെ. ഓക്കെ, ആൻസർ ജെ കെ ജെ ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? ദാറ്റ്സ് ഓൾ ഫ്രം നമ്പർ സീരീസ്. ലെറ്റ് മീ ഡു വൺ മോർ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത മെത്തേഡിലുള്ളത് ഒന്ന് ട്രൈ ചെയ്യാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. 2 10 30 68 130 dash. 2 10 68 130 dash. ഒന്ന് ട്രൈ ചെയ്തേ. വേഗമായിട്ട്.
എനിവൺ? ഓപ്ഷൻ? നോ ഓപ്ഷൻസ് പ്ലീസ്. ട്രൈ ചെയ്യൂ, യു വിൽ ഗെറ്റ് ഇറ്റ്. 222. The answer is 222. Very good, that's the answer. 222. അതെന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് ആർക്കും കിട്ടാത്തത്? ഒന്ന് ചിന്തിക്കുക, ഇവിടെ സംഭവിച്ചിരിക്കുന്ന റിലേഷൻ, അതായത് 2, 10, 30, 68, 130. സോ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണോ ഇത് എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. അതായത് നമ്മുടെ മുമ്പിലുള്ള 4 ഓപ്ഷനിൽ ഏതുമായിട്ടാണ് ഈ പറയുന്ന സീരീസ് സ്യൂട്ട് ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. അതിനുവേണ്ടി അഡിഷൻ ആണെങ്കിൽ ഒരു ഡയറക്റ്റ് അഡിഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും 2 10 ആവുന്നു എന്ന് പറയുമ്പോൾ 8 ആഡ് ചെയ്തു, പിന്നീട് 30 ആവുന്നു, ദാറ്റ് മീൻസ് 20 ആഡ് ചെയ്യുന്നു, പിന്നീട് അത് 68 ആവുന്നു, 38 ആഡ് ചെയ്യുന്നു. സോ ഒരു ഡയറക്റ്റ് റിലേഷൻ നമുക്ക് അവിടെ കിട്ടുന്നില്ല. അഡിഷനുള്ള ചാൻസസ് നമുക്ക് ഉപേക്ഷിക്കാം. പിന്നെ ഉള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ സീരീസ് എടുക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പോൾ ഒരു 5, 25, 125 ഡാഷ്. ഇവിടെ പോയിരിക്കുന്ന പാറ്റേൺ 5നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, then again 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, വീണ്ടും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു വലിയ ഫിഗർ അവിടെ കിട്ടുക. ഓക്കെ, സോ പാറ്റേൺ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കുക, എത്രമാത്രം നമ്പേഴ്സ് ചേഞ്ച് വന്നിട്ടുണ്ടെന്ന്. ഒരു വലിയ ഡിഫറൻസ് ആയിരിക്കും മൾട്ടിപ്ലിക്കേഷൻ സീരീസിൽ സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ, അതായത് ഈവൻ ഈ പറയുന്ന സീരീസിലെ ആദ്യത്തെ ലെറ്ററിനെ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ, അതായത് 2 × 2 എന്ന് പറയുമ്പോൾ 2 കൊണ്ടല്ല, ഡെഫിനറ്റ്ലി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ തന്നെ 4, ദെൻ 4നെ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8, അങ്ങനെ ഇനീഷ്യലി ഉണ്ടായിരുന്ന ഫിഗറിന്റെ ഇരട്ടി എന്തായാലും നമുക്ക് കിട്ടും. പക്ഷേ യു സി ചെക്ക് ദിസ് വൺ, 68 എന്ന് പറയുന്നത് 130 ആയുള്ളൂ. 68 എന്ന് പറയുന്നത് 60യുടെ ഡബിൾ തന്നെ 120 ആണ്. 68ന്റെ ഡബിൾ എന്ന് പറയുന്നത് 136 ആണ്. 30 ആകുന്നുള്ളൂ. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷനുള്ള ചാൻസസ് നമുക്ക് അവിടെ ഉപേക്ഷിക്കാം. പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എയ്തർ n⁻²2 ഓർ n⁻3. ഓക്കെ, സോ n⁻²2 എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസിക് സീരീസും അതേപോലെ n⁻3 എന്ന് പറയുന്നതിൻ്റെ, അതായത് ക്യൂബിൻ്റെ ഒരു ബേസിക് സീരീസും നമുക്ക് അറിഞ്ഞിരിക്കണം. ക്യൂബിൻ്റെ ബേസിക് സീരീസ് എന്ന് പറയുമ്പോൾ ഇതാണ് 1, 1⁻3 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതേപോലെ 2⁻3 എന്ന് പറഞ്ഞാൽ 8 ആണ്, 3⁻3 27 ആണ്, 4⁻3 64 ആണ്, 5⁻3 125 ആണ്, 6⁻3 216 ആണ്. ദാറ്റ് വിൽ ബി ഇനഫ്. ഓക്കെ, ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു ഫിഗേഴ്സ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനടുത്തുള്ള ഒരു ഫിഗേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് ക്യൂബുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഓൾറെഡി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് നോക്കി, 2 ആണ്, അതിനുശേഷം 10 ആകുന്നു, ദെൻ 30 ആകുന്നു, 68, അത് കഴിഞ്ഞ് 130. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫിഗേഴ്സിന്റെ അടുത്ത് വരുന്ന ഫിഗേഴ്സ് തന്നെയല്ലേ ഇതെല്ലാം? ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ചെക്ക്. നമ്മൾ നോക്കുമ്പോൾ ആദ്യം ക്രോസ് ചെക്ക് ചെയ്യേണ്ട അതാണ്. സോ ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, ഈ 1ന്റെ ക്യൂബ് പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 2. ഓക്കെ, അതേ രീതിയിൽ 2ന്റെ ക്യൂബ് പ്ലസ് 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 10 ആണ്. 2ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്, 8ന്റെ ഒപ്പം 2 ആഡ് ചെയ്തപ്പോൾ 10 ആയി. 3യുടെ ക്യൂബ് ദാറ്റ് ഈസ് 27 പ്ലസ് 3 ദാറ്റ് ഈസ് 30. 4ന്റെ ക്യൂബ് 64 ആണ്, പ്ലസ് 4 ഈസ് 68. 5ന്റെ ക്യൂബ് ദാറ്റ് ഈസ് 125 പ്ലസ് 5 ചെയ്തപ്പോൾ 130 കിട്ടി. ദെൻ 6ന്റെ ക്യൂബ് 216 പ്ലസ് 6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ 222. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇതാണ് നമ്മളോട് ചോദിക്കാവുന്ന മാക്സിമം. ഇതിൽ കൂടുതൽ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മളുടെ നമ്പർ സീരീസിൽ നിന്നും ചോദിച്ചു കാണാറില്ല.
അതുകൊണ്ട് ഇതുവരെയുള്ള ഏരിയാസ് ക്ലിയർ ആയിട്ട് അറിയാം. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നിങ്ങളുടെ ഇതുവരെയുള്ള നോളജ് എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ എഴുതൂ. നോട്ട് ചെയ്യൂ. 2, 10, 28, 65, 126 dash. Two, 10, 28, 65, 126 dash. Then the delay വരുന്നത്. What about this? Make it fast. Yeah, there's a mistake, right? എൻ്റെ കാൽക്കുലേഷൻ എറർ ആയിരിക്കും, അതായിരിക്കും നിങ്ങൾക്ക് കിട്ടായിരുന്നത് അല്ലേ? സോറി, 2 കഴിഞ്ഞാൽ 9 ആണ് വരേണ്ടത്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ പെട്ടെന്ന് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ്. 2 കഴിഞ്ഞാൽ 9 ആണ്, ശരിയാണ്. 2, 9, 28, 65, 126. നെക്സ്റ്റ് ഈസ് 217. ദാറ്റ്സ് റൈറ്റ്, 217. അത് ഞാനൊരു മിസ്റ്റേക്ക് വരുത്തിയതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് സ്ലോ ആയത്. ഓക്കെ, സെയിം പാറ്റേണിൽ ഇങ്ങനെയും നിങ്ങളോട് ചോദിക്കാം. അതായത് ഒരു ക്വസ്റ്റ്യൻ നോക്കി, എല്ലാവർക്കും 217 കിട്ടി. മറ്റൊരു ക്വസ്റ്റ്യൻ 0, 6, 24, 60 ഇങ്ങനെ ചോദിച്ചാലോ? സോറി, ലെറ്റ് മീ കറക്റ്റ് ഇറ്റ് അഗെയിൻ. ഒരു ചെറിയ മിസ്റ്റേക്ക് ഇവിടെയും വന്നു. It will be 20. Yeah, 24 again, right? That's true. 121. 1 ആണോ? 121 ആണോ? ഓക്കെ, നേരത്തെ പറഞ്ഞ സെയിം റിലേഷൻ, ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 1 ക്യൂബ് -1, ദാറ്റ് ഈസ് 0. 2 ക്യൂബ് -2, അതായത് 8 - 2 എന്ന് പറയുമ്പോൾ 6 കിട്ടി. 3 ക്യൂബ്, ദാറ്റ് ഈസ് 27 - 3, ദാറ്റ് ഈസ് 24. 4 ക്യൂബ് 64 - 4 is 60. 5 ക്യൂബ് 125 - 5, 120. ഇവിടെയൊക്കെ തെറ്റിക്കല്ലേ? ഇത്രയും നേരം പറഞ്ഞ അതേ പാറ്റേണിൽ തന്നെ മറ്റു ചില ക്വസ്റ്റ്യൻസും നമുക്ക് വരാം. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തത്. അതായത് ഡയറക്റ്റ്ലി ഒരു പാറ്റേൺ അറിയാമെങ്കിൽ, ഇപ്പം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ്, ക്യൂബിൻ്റെ പാറ്റേൺ. 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ് അങ്ങനെ വരുന്ന ആ സെയിം പാറ്റേൺ മനസ്സിലുണ്ടാവണം. അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസും നമുക്ക് വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്പർ സീരീസ് ഉപേക്ഷിക്കുകയാണ്, അടുത്ത ഏരിയയിലേക്ക് പോകുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് നമ്പർ സീരീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയൂ, ഞാൻ ക്ലിയർ ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോട്ടെ. നെക്സ്റ്റ് വൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ ടോപ്പിക്. 2 ടോപ്പിക്സേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, ബിക്കോസ് 2, 2, 2 അങ്ങനെ 6 ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക് ബ്ലഡ് റിലേഷൻ ആണ്. ബ്ലഡ് റിലേഷനിൽ നിന്ന് നമുക്ക് ചോദിക്കാവുന്ന
ടൈപ്പ് ക്വസ്റ്റ്യൻ, ഒരേ പാറ്റേൺ ആണ്. നമ്മളൊരു 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു, അതോടുകൂടി ആ 5 ക്വസ്റ്റ്യൻസിന് വേണ്ടി നമുക്ക് 10 മിനിറ്റ് വരെ സ്പെൻഡ് ചെയ്യാം. അത്രയും ടൈം നമ്മുടെ കയ്യിലുണ്ട്. സോ ഓരോ ക്വസ്റ്റ്യനും വേണ്ടി ടൈം എടുത്തോളുക, എന്നാലും നിങ്ങളുടെ ഓൾ ഹാർട്ടഡ് എഫേർട്ട് ഉണ്ടായിരിക്കണം, എന്നാലേ ആ ഏരിയ ക്ലിയർ ആവുള്ളൂ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Pointing to a boy, Sarah said, his father's wife's brother is the only brother of my sister's father. How is boy related to Sarah? So ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു കുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാറ പറയുന്നു. നമ്മുടെ ലോക്കൽ ലാംഗ്വേജിലേക്ക് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. ഹിസ് ഫാദേഴ്സ്, അവൻ്റെ അച്ഛൻ്റെ ഭാര്യയുടെ ബ്രദർ, ഈസ് ദി ഓൺലി ബ്രദർ ഓഫ് മൈ സിസ്റ്റേഴ്സ് ഫാദർ, എൻ്റെ സിസ്റ്ററിൻ്റെ അച്ഛൻ്റെ ഒറ്റ ബ്രദറാണ്. സോ ദാറ്റ് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ബോയ് സാറയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒന്ന് ട്രൈ ചെയ്യൂ, ആൻസർ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. സി, ഓക്കെ, എല്ലാവരും ആൻസർ തരട്ടെ. ബി നെഫ്യൂ, സി കസിൻ, 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ബി നെഫ്യൂ അഗെയിൻ. ഓക്കെ, ഓക്കെ, എല്ലാവർക്കും നെഫ്യൂ ആണ് കിട്ടുന്നത്. നെഫ്യൂ ആൻഡ് കസിൻ ബ്രദർ, ഇതിലേതാണെന്നാണ് പ്രശ്നം. ആരാ നെഫ്യൂ? നെഫ്യൂ ആരാണ്? ഏത് റിലേഷനിലാണ് നെഫ്യൂ വരുന്നതെന്ന് പെട്ടെന്ന് പറഞ്ഞു തന്നെ. എൻ്റെ ചോദ്യം ആരാണ് നെഫ്യൂ എന്നാണ്. ആൻസറുകളൊന്നും കിട്ടിയില്ല. നെഫ്യൂ നീസും. അനന്തരവൾ, അത് തന്നെ, അനന്തരവൻ. ആ ഒരു റിലേഷനാണ്. അതായത് ബ്രദർ സിസ്റ്റർ, അവരുടെ മക്കൾ എന്നുള്ള രീതിയിലാണ് നെഫ്യൂ. സഹോദരി പുത്രൻ, യാ, സിബ്ലിംഗ് ഇൻ ലോ. ഓക്കെ, സോ ഇവിടെയുള്ള റിലേഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്കിവിടെ തന്നിരിക്കുന്ന റിലേഷൻ പ്രകാരം ഫസ്റ്റ് പോയിന്റ്, ഹിസ് ഫാദേഴ്സ് വൈഫ്സ് ബ്രദർ, ഈ പറയുന്ന കുട്ടിയുടെ ബോയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബോയുടെ ഫാദർ എന്ന് പറയുമ്പോൾ മുകളിലേക്കുള്ള റിലേഷനാണ്. ഫാദർ, അദ്ദേഹത്തിൻ്റെ വൈഫ്, അദ്ദേഹത്തിൻ്റെ വൈഫ്. സോ ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. വൈഫിൻ്റെ ബ്രദർ, ഓക്കെ, വൈഫിൻ്റെ ബ്രദർ, അതായത് ഈ കുട്ടിയുടെ ആങ്കിളാണ്. ഓക്കെ, അവിടെ നിൽക്കുക. വൈഫിൻ്റെ ബ്രദർ ഈസ് ദി ഓൺലി ബ്രദർ ഓഫ് മൈ സിസ്റ്റേഴ്സ് ഫാദർ. ഈ പറയുന്ന ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഈ സാറയുടെ നമ്മൾ പോയിന്റ് ചെയ്യുന്നു. സാറയുടെ സിസ്റ്ററിൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ സാറയുടെ ഫാദർ തന്നെയല്ലേ, അതിൽ മാറ്റം വരുത്തേണ്ട കാര്യമില്ലല്ലോ. സാറയുടെ ഫാദറിൻ്റെ ബ്രദറാണ്. ഓക്കെ,
സാറയുടെ ഫാദർ, ദെൻ ഈ പറഞ്ഞിരിക്കുന്ന ബ്രദർ, അതേപോലെ ഈ പറയുന്ന കുട്ടിയുടെ അച്ഛൻ്റെ ഭാര്യ, അതായത് കുട്ടിയുടെ അമ്മ, കുട്ടിയുടെ അമ്മയും അമ്മയുടെ 2 സഹോദരങ്ങളുടെയും കാര്യം നമ്മളോട് പറയുന്നുണ്ട്. ഈ 3 പേർ സഹോദരങ്ങളാണ്. ഇവരുടെ മക്കളാണ് ബിയും സാറയും. ദാറ്റ് മീൻസ് ദേ ആർ കസിൻ ബ്രദർ ആണ് തന്നിരിക്കുന്ന ഓപ്ഷൻ. ദേ ഗോട്ട് ഇറ്റ്? കൺഫ്യൂഷൻ വരുന്നുണ്ടോ? വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 2ഉം ഫാദർ ആണ്, റൈറ്റ്? ഇവർ രണ്ടുപേരുടെയും നെക്സ്റ്റ് ജനറേഷനിൽ തൊട്ട് മുമ്പുള്ള ജനറേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞു. ആ ജനറേഷൻ തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഒന്നുകൂടെ നോക്കാം. ഹിസ് ഫാദേഴ്സ് വൈഫ്, അതായത് ബോയിയുടെ ഫാദേഴ്സ് വൈഫ് എന്ന് പറയുമ്പോൾ മദർ, ബോയിയുടെ മദർ, ദെൻ ഈസ് ദി ഓൺലി ബ്രദർ ഓഫ് മൈ സിസ്റ്റേഴ്സ് ഫാദർ. എൻ്റെ ഓക്കെ, ഈ പറയുന്ന വൈഫിൻ്റെ, അതായത് ഈ മദറിൻ്റെ ബ്രദർ എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ, അതായത് സാറയുടെ സിസ്റ്ററിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ സാറയുടെ അച്ഛൻ തന്നെയാണ്. സാറയുടെ ഫാദറിൻ്റെ ഓൺലി ബ്രദറാണ്. അതായത് ഇവർ രണ്ടുപേരും ബ്രദേഴ്സും, ഇത് കൂടാതെ ഒരു സിസ്റ്ററും ഉണ്ട്. ആ സിസ്റ്ററാണ് ബോയിയുടെ അമ്മ. ഓക്കെ, ഇവർ 3 പേരും സിബ്ലിങ്സ് ആണ്. കുട്ടിയുടെ മദർ, ദെൻ മദറിൻ്റെ ബ്രദർ, അത് കൂടാതെ സാറയുടെ അച്ഛൻ. ഇവർ 3 പേരും സിബ്ലിങ്സ് ആണ്. സിബ്ലിങ്സിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കസിൻ ആണ്. അതായത് സാറയുടെ, അത് ബോയ് എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നതുകൊണ്ട് കസിൻ ബ്രദർ ആണ്. സോ ആൻസർ സി, കസിൻ ബ്രദർ. നെഫ്യൂ എന്ന് പറയണമെങ്കിൽ ഈ പറയുന്ന ബി ആയിരിക്കണം പറയേണ്ടത്. അല്ലെങ്കിൽ സാറയുടെ ഫാദർ ആണ് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു നെഫ്യൂ റിലേഷൻ ആയേനെ. ഇത് സാറ ആണ് പറയുന്നത്. സാറ എന്ന് പറയുന്നത് കുട്ടിയാണ്. സോ ഒരേ ലെവലിൽ വരുന്ന റിലേഷൻ ആയതുകൊണ്ട്, ഇത് രണ്ടും ഒരേ ലെവലിൽ വരുന്ന റിലേഷനാണ്. ദാറ്റ്സ് വൈ കസിൻ ബ്രദർ. ഓക്കെ ആണോ? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം. രണ്ടാമത്തേലേക്ക് പോകുന്നു. Pointing to a boy in a photograph, a girl said, his father's mother is the mother-in-law of my brother's mother. How is the person in the photograph related to the girl? ഞാൻ വരച്ച രീതിയിൽ തന്നെ ഒന്ന് വരച്ചു നോക്കുക, then ആൻസർ പറയും. His father's mother is the mother-in-law of my brother's mother. C, that is brother, right? Okay, ഒരാൾക്ക് ബ്രദർ എന്ന് കിട്ടിയിട്ടുണ്ട്. Again C. Okay, ബ്രദർ. ഓക്കെ, സോ എല്ലാവർക്കും ബ്രദർ തന്നെയാണ്. സോ ലെറ്റ്സ് സീ, ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. തന്നിരിക്കുന്ന ബോയ്, ഒരു ബോയിയുടെ ഫോട്ടോഗ്രാഫ് നോക്കിക്കൊണ്ട് ഒരു ഗേൾ ആണ് പറയുന്നത്. ഓക്കെ, ബോയിയുടെ ഫോട്ടോഗ്രാഫ് നോക്കിക്കൊണ്ട് ഗേൾ ആണ് പറയുന്നത്. ഹിസ്, ആ ബോയിയുടെ ഫാദർ, ആ ഫാദറിൻ്റെ മദർ. ഓക്കെ, 3 ലെവലായി. ബോയിയുടെ ഫാദറിൻ്റെ മദർ ഈസ് ദി മദർ-ഇൻ-ലോ ഓഫ് മൈ ബ്രദേഴ്സ് മദർ. അതായത് ഇവിടെ പറയുന്ന ഗേളിൻ്റെ ബ്രദർ എന്ന് പറയുമ്പോൾ ഗേളിൻ്റെ മദർ തന്നെയാണ്. സോ ഗേളിൻ്റെ മദർ-ഇൻ-ലോ എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ബിക്കോസ് ഈ പറയുന്ന ഗേളിൻ്റെ മദർ-ഇൻ-ലോ ആണ്. അതുകൊണ്ട് ഈ പറയുന്ന ഫാദറും മദറും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അതിൻ്റെ അർത്ഥം ബോയും ഗേളും
ബ്രദർ ആൻഡ് സിസ്റ്റർ ആണ്. ഓക്കെ, സോ ആൻസർ ഈസ് ബ്രദർ. കിട്ടുന്നുണ്ടോ? വൈ എന്നാണോ എസ് എന്നാണോ? ഓക്കെ, പെട്ടെന്ന് വൈ മാത്രം വന്നപ്പോൾ വൈ എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണെന്ന് വിചാരിച്ചു. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുന്നു അടുത്തതിലേക്ക്. പോയിന്റിങ് ടു എ ലേഡി, പങ്കജ് സെഡ്, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. Pointing to a lady, Pankaj said, her mother's only grandson is my son. How is lady related to Pankaj? ഒരു ലേഡിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പങ്കജ് പറയാണ്, ഈ കാണുന്ന ലേഡിയുടെ മദറിൻ്റെ ഓൺലി ഗ്രാൻഡ് സൺ ഈസ് മൈ സൺ. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻ പെട്ടെന്ന് പറയൂ. ഡി, വൈഫ്. എല്ലാവർക്കും വൈഫാണ്. ഓക്കെ, സോ റിലേഷൻ വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ലേഡിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഹിയർ മദേഴ്സ് ഓൺലി ഗ്രാൻഡ് സൺ, ലേഡിയുടെ മദറിൻ്റെ ഓൺലി ഗ്രാൻഡ് സൺ ഈസ് മൈ സൺ. ഹൗ ഈസ് ദ ലേഡി റിലേറ്റഡ് ടു പങ്കജ്? സോ ഈ ക്വസ്റ്റ്യനിലൊരു ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങൾ പറഞ്ഞ വൈഫ് ഒരു ഓപ്ഷനാണ്. ഞാൻ മറ്റൊരു റിലേഷൻ കൂടി ഒന്ന് നോക്കട്ടെ. അതായത് ഇൻ കേസ് പങ്കജ് എന്ന് പറയുന്നത് ഈ ലേഡിയുടെ ബ്രദർ ആണെങ്കിലോ? ഈ ലേഡിയുടെ ബ്രദർ ആണെങ്കിലും ആ ഒരു പോസിബിലിറ്റി അവിടെ വരുന്നുണ്ട്, റൈറ്റ്? ഇല്ലേ, ഗ്രാൻഡ് സൺ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സോ ദർ ആർ ടു ഓപ്ഷൻസ്, ടു റൈറ്റ് ആൻസേഴ്സ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഒന്ന് സിസ്റ്റർ ആകാം, രണ്ട് വൈഫ് ആകാം. അതായത് ഹിയർ മദേഴ്സ് ഓൺലി ഗ്രാൻഡ് സൺ എന്ന് പറയുമ്പോൾ ആ ആംഗിളിൽ നോക്കുമ്പോൾ അത് ശരിയാണ്. ദെൻ ബ്രദർ എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ അതും ശരിയാണ്. സോ രണ്ട് ഓപ്ഷൻസും റൈറ്റ് ആയിട്ട് വരും. സോ സിസ്റ്ററും ആകാം, അതേപോലെ വൈഫും ആകാം. ബോത്ത് ആർ ട്രൂ. മനസ്സിലായില്ലേ പറഞ്ഞ കേസ്? രണ്ട് രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലേഡിയിൽ നിന്നാണ്. ലേഡിയുടെ മദർ, ഓക്കെ, ലേഡിയുടെ മദറിൻ്റെ ഓൺലി ഗ്രാൻഡ് സൺ എന്ന് പറയുമ്പോൾ ഓൺലി ഗ്രാൻഡ് സൺ എന്ന് പറയുന്നത് ഈ ലെവലിൽ വേണമെങ്കിൽ വരാം, സൺ. അങ്ങനെയാണെങ്കിൽ ലേഡിയുടെ ഹസ്ബൻഡ് പറയുകയാണെങ്കിൽ ഓക്കെയാണ്. അതേപോലെ തന്നെ ഇൻ കേസ് ഈ റിലേഷൻ അല്ലെങ്കിൽ ഇവിടെ ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും ബ്രദറിൻ്റെ സൺ ആണെങ്കിലും അത് ഗ്രാൻഡ് സൺ ആയിട്ട് വരും. സോ ദർ ആർ ടു ഓപ്ഷൻസ്. സിസ്റ്റർ എന്ന് പറയുന്നത് ശരിയാണ്, വൈഫ് എന്ന് പറയുന്നതും ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇൻട്രൊഡ്യൂസിങ് എ ഗേൾ, Ronit said, he is the daughter of my grandfather's only son. Okay, how is the girl related to Ronit? He is the daughter of my grandfather's only son. എങ്ങനെയാണ് റിലേഷൻ വരുന്നത്? ബി, നീസ് ആണോ? ഓക്കെ, നീസ്. ബാക്കിയുള്ളവരും അറ്റംപ്റ്റ് ചെയ്യൂ. B.
ഓക്കെ, റിലേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഹി ഈസ് ദി ഡോട്ടർ ഓഫ്, ഈ പറയുന്ന ഷീ എന്നാണ്, ഹി അല്ലേ ഗേൾ ആണല്ലോ. ഷീ ഈസ് ദി ഡോട്ടർ ഓഫ്, അതായത് ഗേൾ എന്ന് പറയുന്നത് ഒരു ആരുടെ ഒരാളുടെ ഡോട്ടർ ഓഫ് ദി ഡോട്ടർ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ. മൈ ഗ്രാൻഡ് ഫാദർ ഈസ് ഓൺലി സൺ. അതായത് സോ മീ ഇവിടെ നിൽക്കുന്നു, മീയുടെ ഗ്രാൻഡ് ഫാദർ, ഫാദറിൻ്റെ ഫാദർ. ഓക്കെ, ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ ഓൺലി സൺ, സണ്ണിൻ്റെ മകൾ. സോ ഇവിടെയുള്ള റിലേഷൻ വരുന്നത് ഈ പറഞ്ഞ ലേഡിയുടെ ഈ ഗേളിൻ്റെ അമ്മയും ഈ കാണുന്ന ഇൻഡിവിജ്വലും ഒരേ ലെവലിലാണ് വരുന്നത്. ഓക്കെ, സോ പറയുന്ന ആൾ, അതായത് റോണിത്തും ഈ ഗേളിൻ്റെ അമ്മയും ഒരേ ലെവലിലാണ് വരുന്നത്. അവർ ബ്രദേഴ്സും സിസ്റ്റേഴ്സുമായിട്ട് കിട്ടും. ദാറ്റ് മീൻസ് ഈ ഇൻഡിവിജ്വലിൻ്റെ നീസാണ് വന്നിരിക്കുന്ന റിലേഷൻ. ഒന്നും കൂടി ആ റിലേഷൻ വേണമെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഈ പറയുന്ന റിലേഷൻ്റെ ആംഗിളിൽ തന്നെ വരച്ചു പോവുക. ആംഗിൾ എന്ന് പറയുന്നത് ഷീ ഈസ് ദി ഡോട്ടർ. സോ ഗേളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗേൾ എന്ന് പറയുന്നത് ഇസ് ദി ഡോട്ടർ ഓഫ് ദി ഡോട്ടർ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ. മീ എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഈ ഇൻഡിവിജ്വലിൻ്റെ ഫാദറിൻ്റെ ഫാദർ. ഓക്കെ, മൈ ഗ്രാൻഡ് ഫാദർ ഈസ് ഓൺലി സൺ. സൺ എന്ന് പറയുന്നത് ഇവിടെയാണ്, ഈ സണ്ണിൻ്റെ ഡോട്ടറാണ് എന്ന് പറയുമ്പോൾ ഈ ആംഗിളിൽ വരും. ഡോട്ടറും ഈ ഇൻഡിവിജ്വലും ഒരേ ലെവലിലാണ് വരുന്നത്, ബ്രദർ ആൻഡ് സിസ്റ്റർ ആണ്. ഇദ്ദേഹത്തിൻ്റെ നീസാണ് ഈ പറയുന്ന കുട്ടി. ഓക്കെ, സോ ദാറ്റ്സ് ദി റിലേഷൻഷിപ്പ്. നമ്മൾക്ക് ഈ ഏരിയയിൽ ഒരു ക്വസ്റ്റ്യനും കൂടി, ലാസ്റ്റ് വൺ ട്രൈ ചെയ്യൂ, പെട്ടെന്ന് ആൻസർ എനിക്ക് വേണം. പോയിന്റിംഗ് ടുവേർഡ്സ് എ ലേഡി ഇൻ എ ഫോട്ടോഗ്രാഫ്, എ ഗേൾ സെഡ് വിനിതാസ് ഗ്രാൻഡ് മദർ ഈസ് ദി മദർ ഇൻ ലോ ഓഫ് ദി ലേഡി. How is the lady in the photograph related to Vinitha? Vinitha's grandmother is the mother-in-law of this lady. അങ്ങനെയാണെങ്കിൽ ഈ ലേഡിയും വിനിതയും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? എ മദർ എന്നൊരു ആൻസർ വന്നിട്ടുണ്ട്. എ മദർ. ഓക്കെ, ഓക്കെ, സോ വിനിതയുടെ ഗ്രാൻഡ് മദർ, രണ്ട് ലെവൽ പോകുന്നുണ്ട്. ഇത് ഗ്രാൻഡ് മദർ ഈസ് ദി മദർ ഇൻ ലോ ഓഫ് ദി ലേഡി ഇൻ ദി ഫോട്ടോഗ്രാഫ്. സോ വിനിതയുടെ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് ഈ പറയുന്ന വിനിതയുടെ ഗ്രാൻഡ് മദർ ആണ്. ഗ്രാൻഡ് മദർ ഈസ് ദി മദർ ഇൻ ലോ ഓഫ് ദി ലേഡി ഇൻ ദി ഫോട്ടോഗ്രാഫ്. സോ ഈ ലേഡി എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ആണ് വരുന്നത്. സോ മദർ ആണ്. ഓക്കെ, വിനിതയുടെ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ അമ്മയായിരിക്കും. സോ ലേഡി എന്ന് പറയുന്നത് മദർ ആണ്. ഒറ്റ ലൈനിൽ തന്നെ കിട്ടും, റൈറ്റ് അവേ നമുക്ക് ചെയ്യാൻ പറ്റും. ഡൗട്ട്സ് വല്ലതും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ചെയ്യാം. അതായത് വിനിതാസ് ഗ്രാൻഡ് മദർ ഈസ് ദി മദർ ഇൻ ലോ ഓഫ് ദിസ് ലേഡി. അതായത് ഒരു ലേഡി ഇവിടെ നിൽക്കുന്നു, ഈ ലേഡിയുടെ മദർ ഇൻ ലോ ആണ് ഗ്രാൻഡ് മദർ. മദർ ഇൻ ലോ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മ. ഓക്കെ, ഹസ്ബൻഡിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ ഹസ്ബൻഡും വൈഫും ആണ്. സോ ഇവിടെ ഗ്രാൻഡ് മദർ, ഹസ്ബൻഡ്, വിനിത. ഓക്കെ, ഇവർ ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ വിനിതയുടെ അമ്മയാണ് ഈ ലേഡി. ക്ലിയർ? ഓക്കെ, ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനോട് ചെയ്ത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻ, 1 second. Yeah, this one. If A is the brother of B, B is the sister of C, C is the father of D, how D is related to A? നമ്മൾ ചെയ്ത പാറ്റേണിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ. If A is the brother of B, B is the sister of C,
സി ഈസ് ദി ഫാദർ ഓഫ് ഡി. അങ്ങനെയാണെങ്കിൽ ഡി എങ്ങനെയാണ് എയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? സി. ഒരു ആൻസർ സി വന്നിട്ടുണ്ട്. നീസ നെഫ്യൂ ആണെന്ന് പറയുന്നു. എനി അതർ ആൻസർ? സോറി, വാട്ട് ഹാപ്പൻഡ്? തെറ്റിപ്പോയോ? C. Okay. Again C. Our answer C ആണെന്ന് തോന്നുന്നു. Any different answer? A. Brother. നിങ്ങൾ ആ പാറ്റേൺ വരയ്ക്കുന്നതിൻ്റെ എന്തെങ്കിലും വേരിയേഷൻ കാരണമായിരിക്കാം ഡിഫറെൻ്റ് ആൻസേഴ്സ് വരുന്നത്. ഒരാൾക്ക് ഡി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വീണ്ടും എ വരുന്നു. പാറ്റേൺ വരയ്ക്കുന്നത് കൃത്യമായിട്ട് ആ റിലേഷൻ ഒന്ന് വരച്ചു പോവാം. നമുക്ക് നോക്കാം. സോ എ ഈസ് ദി ബ്രദർ ഓഫ് ബി. എ ഈസ് ദി ബ്രദറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സെയിം ലെവലിലുള്ള ലൈൻ വരയ്ക്കാം. എ ഈസ് ദി ബ്രദർ ഓഫ് ബി. ബി എന്ന് പറയുന്നത് സിയുടെ സിസ്റ്ററാണ്. സോ ഇത് ലേഡിയാണ്, സിസ്റ്ററാണ്. ഓക്കെ, ദെൻ സി ഈസ് ദി ഫാദർ ഓഫ് ഡി. സി എന്ന് പറയുന്നത് ഡിയുടെ ഫാദറാണ്. ഹൗ? ഡി ഈസ് റിലേറ്റഡ് ടു എ. ഡി എന്ന് പറയുന്നത് എയുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു? സോ ദി ആൻസർ ഈസ്, പറയൂ ആൻസർ എന്താണ്? ഇത്രയും വരച്ചല്ലോ. എന്നിട്ട് നിങ്ങൾ സി ആന്ന് പറയുകയാണോ? എന്തുവാ ഇത്? ഒന്നുകൂടെ ചിന്തിച്ചു നോക്കുമോ? ആ ഡി എന്ന് പറയുന്ന ആൾ ബോയ് ആണോ ഗേൾ ആണോ എന്ന് നമുക്കറിയോ? അങ്ങനെ ഒരു ക്ലൂ അവിടെ പറഞ്ഞിട്ടുണ്ടോ? സോ ഇറ്റ് മേ ബി നീസ് ഓർ നെഫ്യൂ. അത് രണ്ടും നമുക്ക് ഏതാണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റാത്തത് കൊണ്ട് റൈറ്റ് ആൻസർ ഈസ് someone said D. It cannot be determined. Right? ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ബിക്കോസ് അതിന് വേണ്ടിയുള്ള ഒരു ക്ലൂ അവിടെ തന്നിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇറ്റ് cannot be determined. ഓക്കെ ആണല്ലോ? സോ ബ്ലഡ് റിലേഷൻസ് ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും മൺഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെയിം ടോപ്പിക്കാണ്. സോ 2 ഏരിയാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് നമ്പർ സീരീസും, രണ്ടാമതായിട്ട് നമ്മൾ ബ്ലഡ് റിലേഷൻ ഡിസ്കസ് ചെയ്തു. ഇതിൽ നിന്നും MCQs വരാം. ഞാൻ MCQ 2 ദിവസമായിട്ട് മുടങ്ങിയിരിക്കുകയാണ്. സോ നാളെ നമ്മുടെ 3rd MCQ ഉണ്ടാവും. അതിനുശേഷം നമുക്ക് മിനിമം 4 MCQs എങ്കിലും വീക്കിൽ വെച്ച് ഞാൻ തരാം. അതെല്ലാം അറ്റംപ്റ്റ് ചെയ്യണം. ദെൻ എക്സ്പ്ലനേഷനും ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.